പിന്നെ എനിക്ക് മാറ്റം കിട്ടിയത് ധ്യാന കേന്ദ്രത്തിലായിരുന്നു. അപ്പൊ ധ്യാന കേന്ദ്രത്തിൽ നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് പരിശുദ്ധ കുർബാന അർപ്പിക്കുക, പിന്നെ ആളുകൾ ധ്യാനം കണ്ടക്ട് ചെയ്യുക, പിന്നെ ഇത് കൗൺസിലിങ്. പിന്നെ അവിടെ ഞാൻ സാമ്പത്തിക കാര്യങ്ങളാണ് നോക്കിയായിരുന്നു. ഞാൻ കുറച്ച് 6-7 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, റബ്ബർ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെ ഒരു വർഷം ധ്യാന കേന്ദ്രത്തിൽ. അവിടുന്ന് പിന്നെ പോയത് കണ്ണൂർക്ക്, പിന്നെ കുറെ അകലേക്ക് പോയി. ഇത് രണ്ടും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. കണ്ണൂര് ലാറ്റിൻ പാരീഷാണത്. അവിടെ 4 കൊല്ലം അവിടെ പാരിഷ് പ്രീസ്റ്റ് ആയിട്ട് 4 കൊല്ലം. അപ്പൊ അവിടെയും ഇതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. അവിടെ ഈ വളരെ സാധാരണ ആൾക്കാരാണ്. അവര് ഒരു ഇറ്റാലിയൻ മിഷണറി വന്ന് അവരെയൊക്കെ ഒരുപാട് സഹായിച്ച് അവർ ആ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് വന്നതാണ്. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലികളാണ് അവര്. അവർക്ക് ഈ ഒരു ലാറ്റിൻ സുക്കോൾ, ഫാദർ സുക്കോൾ എന്നാണ് ആൾ മരിച്ചുപോയി. ആളുടെ വളരെ തീക്ഷ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങനെ അവര് കൺവേർട്ടായി. അങ്ങനെ കൺവേർട്ടായിട്ട് 10-75 ഫാമിലി. അപ്പൊ അവർക്ക് കൂടി ഒരുമിച്ച് വരാനും പ്രാർത്ഥിക്കാനും അവിടെ ഒരു പള്ളി പണിതു. അപ്പൊ അവിടേക്കാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. അപ്പൊ അവരുടെ ഇടയിൽ നമ്മൾ വളരെ അർത്ഥവത്തായിട്ട് പ്രവർത്തിക്കാൻ പറ്റി. അവിടെ കാരുണ്യ പ്രവൃത്തിയും ചെയ്തു, സാമൂഹ്യ പ്രവൃത്തികൾ, അതുപോലെ ആത്മീയമായിട്ടുള്ള അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള 4 വർഷത്തിലധികം. അപ്പൊ അവിടെയും നമ്മൾ ഇതേപോലെ തന്നെ 4-5 വീട്, വികലാംഗരായിട്ടുള്ള ആൾക്കാർ, തീരെ നിവൃത്തിയില്ലാത്തവർ ഒക്കെ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തു. 4-5 വീട് അവിടെയും ചെയ്യാൻ പറ്റി. അപ്പൊ അവിടെ ഉള്ള ഒരു സമയത്ത് നമുക്ക് ഒരുപാട് വളരെ ഡീപ്പായിട്ട് ഈ പൗരോഹിത്യത്തിന്റെ, പ്രീസ്റ്റ്ഹുഡിന്റെ എന്താണ്, ആരാണ് പുരോഹിതൻ, ഈ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ വളരെ എനിക്ക് ഇഷ്ടംപോലെ സമയം കിട്ടി അവിടെ. നമ്മൾ നല്ല ഡീപ്പായിട്ട് ധ്യാനം, ഈ എല്ലാത്തിൻ്റെയും, ഈ സഭയുടെ, അതുപോലെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ അർത്ഥവും മനസ്സിലായി, അർത്ഥശൂന്യത, ഇതൊക്കെ നല്ലോണം മനസ്സിലായി.